ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കെതിരായ പകരം തീരുവ 18% കുറയ്ക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് മോദി അറിയിച്ചതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നു. തീരുവ കുറച്ച അമേരിക്കൻ നടപടിയെ പ്രശംസിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. മോദി ട്രംപിന് കീഴടങ്ങിയിരിക്കുകയാണെന്നും വാഷിംഗ്ടണിൽ നിന്നുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ പതിവായിരിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് ചേരുകയാണ്. സുമോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ത്യ-US വ്യാപാര കരാറായിരിക്കുന്നു. ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ 18% ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് ട്രംപാണ്. ഇന്ത്യയിൽ നിന്ന് ഈ ഒരു അധിക തീരുവ കുറച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ട് മോദി ഇട്ട ഒരു കുറിപ്പല്ലാതെ മറ്റൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ വാഷിംഗ്ടണിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലൊരു വ്യാപാര കരാർ നിലവിൽ വന്നു എന്നുള്ളത് തന്നെയാണോ വിവരം? അപ്പോൾ ഈ ട്രംപ് പറയുന്നതിൽ എന്തൊക്കെ ഉപാധികളിലാണ് ഈ വ്യാപാര കരാർ നിലവിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സുമോദ്? സൈഫു, സാധാരണ ഈ വ്യാപാര കരാറുകൾ പ്രഖ്യാപിക്കുമ്പോൾ നാം ഇതിനു മുമ്പും കണ്ടതാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഉച്ചകോടി നടത്തുകയും അതിൻ്റെ ഫലമായി ഇരു രാജ്യത്തലവന്മാരും ഒരുമിച്ച് നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിക്കാറുള്ളത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറും അങ്ങനെ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വ്യാപാര കരാർ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ തീരുവ കുറക്കുന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഇവിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നും ഇതോടുകൂടി തന്നെ ഈ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി തന്നെ വിമർശനവുമായി വന്നിരിക്കുന്നത്. ആദ്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളത് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞത് ട്രംപ് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ട്രംപ് തന്നെയാണ്. അങ്ങനെ ഈ പതിവിന് സാധാരണ ഒരു പരമാധികാര രാജ്യത്തിന് ഉള്ള അവകാശങ്ങൾ പോലും ഈ ട്രംപ് കടന്നു കയറുകയാണ്. മാത്രമല്ല, ഇതിലെല്ലാം നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് കോൺഗ്രസ് നിരന്തരമായി വിമർശിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങൾ പാർലമെന്റ് നടക്കുന്ന സമയത്താണ് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. കാര്യം പല അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. കർഷക സംഘടനകൾ ഉൾപ്പെടെ ആ തരത്തിലുള്ള ഒരു സമരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഈ ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ പോലും രണ്ട് സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള ഒരു ഐക്യം വളരെ ശക്തിപ്പെടും എന്നുള്ളത് വളരെ സന്തോഷകരമായി കാണുന്നു. മാത്രമല്ല, ഈ തീരുവ 25% നിന്ന് 18% കുറച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. എങ്കിൽ പോലും ഈ നരേന്ദ്രമോദി ഇട്ടിരിക്കുന്ന ട്വീറ്റിൽ പോലും ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അവിടെയാണ് നമുക്ക് ഈ കോൺഗ്രസിന്റെ വിമർശനങ്ങൾ കൂട്ടിവായിക്കേണ്ടത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രി രാജ്യത്തോട് തന്നെ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം തുറന്നു പറയണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സുമോദ് തുടരുക. ഇപ്പോൾ BK സുഹൈൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഇത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ കരാറിൽ വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല. നരേന്ദ്രമോദി ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്രതികരണം അറിയിച്ചിരുന്നു. പക്ഷേ ആ പ്രതികരണത്തിൽ ട്രംപ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗത്തോട് മാത്രമുള്ള പ്രതികരണമാണ് ഉള്ളത്. അതായത് തീരുവ കുറച്ചതിലുള്ള സന്തോഷമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നരേന്ദ്രമോദി തയ്യാറാവുകയും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു കാണുക? നേരത്തെ നമുക്കറിയാം, ട്രംപ് ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇടപെട്ടു എന്ന് പറയുകയും പക്ഷേ നരേന്ദ്രമോദിയോ രാജ്യമോ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടം നമുക്കറിയാം. അതുപോലെ തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താതെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കാൻ തന്നെയാണോ രാജ്യം തയ്യാറായിരിക്കുന്നത്? നൗഫൽ ജിൽസി, ഈ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാർ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. കാലങ്ങളായി ആ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒറ്റ ട്വീറ്റ് കൊണ്ട് കാര്യങ്ങൾ തീരുമാനമാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദിയുടെ പോസ്റ്റിലായിരുന്നാലുമൊക്കെ അതിൽ ഒരു അവധാനത കാണിക്കുന്നത്. തീർച്ചയായും അക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടി വരും. ഏതായിരുന്നാലും രണ്ടു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാപാര കരാർ എന്ന് പറയുന്നത് നിർണായകമാണ്.
ആവശ്യമുള്ളതുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാന മേഖലകളിൽ US-ന്റെ പങ്കാളിത്തമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള അങ്ങോട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത് അത്രയും കൂടുതലുള്ളതുമാണ്. ഈ രണ്ട് കാരണത്താൽ തന്നെ ഇന്ത്യക്ക് ഈ വ്യാപാര കരാറില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്ര തന്നെ നമ്മൾ ചൈനയോടും റഷ്യയോടും അടുത്താലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് അതിനുള്ള കാരണം. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയ വിപണിയാണ്, ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഈ വിപണി മുഴുവൻ യൂറോപ്പിലേക്ക് പോകുമോ? ഇപ്പോൾ യൂറോപ്പുമായി EU-മായി നമ്മൾ കരാറിൽ ഒപ്പിട്ട ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകുമോ എന്ന ഭയം അമേരിക്കക്കുമുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ വലിയൊരു വിപണി എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ്. ഈ രണ്ടും തമ്മിലുള്ള രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്ന് പറയുന്നത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ തിടുക്കത്തിൽ ഒരു ഫോൺ സംഭാഷണം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിൽ സംസാരിച്ചു. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ നീണ്ട ചർച്ചകൾ ഇനി നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് മോദി അത്തരമൊരു പ്രഖ്യാപനം നടത്താത്തത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വളരെ ഏതെങ്കിലും തരത്തിൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നികുതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നടത്തുന്നതാണ്. ഇപ്പോൾ 18% എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനത്തിനും 0% ആയിരിക്കും നികുതി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US-ലേക്ക് എത്തുന്നുണ്ട്. 3 ദിവസത്തെ സന്ദർശനമാണ് അവിടെ ജയശങ്കർ നടത്തുന്നത്. മറ്റു കാര്യങ്ങൾക്കാണ്, ധാതുഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കൊക്കെയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും നിർണായകമായ ഒരു ചർച്ച ഈ ഒരു വ്യാപാര കരാറിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.